Hello friends, എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ SBIയുടെ റിക്രൂട്ട്മെന്റ് ഓഫ് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിൻ്റെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റുകളാണെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അഥവാ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന വിൻഡോ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്യാനുള്ളതായിരിക്കുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ പേരെന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെക്കാം. അത് തന്നെ ഒന്ന് കൺഫേം ചെയ്ത്. ഇതൊന്നും മാൻഡേറ്ററി അല്ല. ഓൾറെഡി നമ്മുടെ ഫുൾ നെയിം ഇവിടെ കറക്റ്റ് ആണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വീണ്ടും മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാം. ഓൾട്ടർനേറ്റിംഗ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഡൊമൈൻ നെയിം കൊടുക്കാം. അതൊന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം നമ്മുടെ സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന പേജിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് നമ്മുടെ ഫോട്ടോ ചൂസ് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാൻഡിഡേറ്റുകളുടെ സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്യുക, അത് കൺഫേം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. സർക്കിൾ യു വാണ്ട് ടു അപ്ലൈ ഫോർ. അപ്പോൾ ഏത് സർക്കിളാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലോക്കൽ ലാംഗ്വേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡു യു ഹാവ് 10th or 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ്. അപ്പോൾ അത് എസ് ആണെങ്കിൽ എസ് കൊടുക്കാം. കാറ്റഗറി കൊടുക്കാം. അതിനുശേഷം ബെഞ്ച് ഡിസബിലിറ്റി ഉള്ളതോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും ഇവിടെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. അതിനുശേഷം റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിലീജിയൻ ഏതാണെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ റിലീജിയസ് മൈനോറിറ്റിയിലുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് ആണെങ്കിൽ എസ് കൊടുക്കാം. ഓൾറെഡി നാഷണാലിറ്റി വരുന്നിട്ടുണ്ടാകും. പിന്നെ ഇതിനെല്ലാം ആൻസർ എന്താണെന്നുള്ളത്, എക്സ് സർവീസ് മെൻ ആണോ, ഡിസബിലിറ്റി ഉണ്ടോ, സെർബൽ പൾസി ഉണ്ടോ, അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്കിൽ ആർ യു വർക്കിംഗ് വിത്ത് സബ്സിഡറീസ് ഓഫ് ഷെഡ്യൂൾ കമേഴ്ഷ്യൽ ബാങ്ക്, അതിനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എസ് ആണോ നോ ആണോ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റേറ്റ് ഓർ UT ടു വിച്ച് ദ എക്സാമിനേഷൻ സെൻറ്റർ ബിലോങ്, അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ID പ്രൂഫിൻ്റെ കാര്യമാണ് ഏതാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. ജെൻഡർ ഏതാണെന്നുള്ളത് കാണിക്കാം. ജെൻഡർ ഓഫ് ദ ട്വിൻ, അതായത് ഡു യു ഹാവ് ട്വിൻ ബ്രദർ എന്നതിനുള്ള നമ്മൾ ആൻസർ കൊടുക്കണം. മാരിറ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് ആൻസർ ചെയ്യാം. ഫാദർ നെയിം കൊടുക്കാം. മദർ നെയിം കൊടുക്കാം. മാൻഡേറ്ററി ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. പിൻകോഡ് ടൈപ്പ് ചെയ്യാം. സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് ആണെങ്കിൽ അത് തന്നെ നമ്മൾ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എമൗണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാകും. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് വന്നിട്ടുണ്ടാകും.
ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ അഡ്രസ്സ് കൊടുത്തു, അതിനുശേഷം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ്റെ സെൻറ്ററെല്ലാം നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഒരു പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് കൊടുക്കേണ്ടത്. ഗ്രാജുവേഷൻ എന്നാണ്, ഏതാണ് സ്ട്രീം എന്നുള്ളത്, ഏത് കോളേജിലാണുള്ളത്, എന്നാണ് നമ്മൾ പാസ് ചെയ്തതെന്നുള്ളത്, നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ക്ലാസ് ഓർ ഗ്രേഡ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അദർ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പോസ്റ്റ് എസെൻഷ്യൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അതെല്ലാമാണ് നമ്മൾ ഇതിനകത്തൊരു ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കറിയാവുന്ന ലാംഗ്വേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് റീഡ് ആണോ റൈറ്റ് ആണോ സ്പീക്ക് ചെയ്യാൻ അറിയോ, അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് റിട്ടണിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഹാൻഡ് റിട്ടണിൽ തന്നെ എഴുതേണ്ട കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്. അത് നമ്മൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ്. ഫസ്റ്റ് നമ്മൾ ബേസിക് ഇൻഫോ ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് കയറ്റി, അതിനുശേഷമാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്തത്. അതിനുശേഷമാണ് അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട, അതാണ് 5ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ഫീ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. SBIൻ്റെ ഒരു പ്രാവശ്യം വന്നത് ഒരു പോസ്റ്റിൻ്റേത്. അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് രജിസ്ട്രേഡ് കാൻഡിഡേറ്റുകൾ, ന്യൂ രജിസ്ട്രേഡ് കാൻഡിഡേറ്റ്സുകൾക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.